ജയലക്ഷ്മിയാണ് ആ വിവരങ്ങൾ നൽകിയത്. ശക്തമായ കടൽക്കാറ്റിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഫ്രണ്ട് ഓഫീസ് ഗ്ലാസ് ഡോർ തകർന്ന് വീണു. രാഹുൽ കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, അതിശക്തമായ കാറ്റാണ് ഇപ്പോഴത്തെ ഒരു സാധാരണ കാലാവസ്ഥയിലെ ഏറ്റവും പേടിക്കേണ്ടി ഒന്ന്. ഇപ്പോൾ ഈ ശക്തമായ കടൽക്കാറ്റിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഫ്രണ്ട് ഓഫീസ് ഗ്ലാസ് തകർന്ന് വീണ് ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? എപ്പോഴാണ് ഈ സംഭവം? എന്താണ് സ്ഥിതി? പരിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ ഒരു ഡോർ അത് പൂർണ്ണമായും തന്നെ തകർന്ന് വീണു എന്നുള്ളതാണ്. 2 കാലോട് കൂടിയാണ് ശക്തമായ കാറ്റടിച്ചത്. ഇത്രയും നല്ല തിക്നെസ് ഉള്ള ഗ്ലാസിൻ്റെ ഡോറാണ്. അത് തകരണമെങ്കിൽ അത്രയും ശക്തമായ കാറ്റായിരിക്കണം എന്നതാണ്. പെട്ടെന്ന് തന്നെ കാറ്റടിച്ചു, ഈ ഡോറ് തകർന്നു വീണു. ഇതിനടുത്തൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല. ഗ്ലാസിൻ്റെ ഈ ചീളുകൾ അടിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഈ ചാക്കിൽ കുറേയുണ്ട്, അതുപോലെ തന്നെ ബാക്കിയൊക്കെ അടിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഒരാൾക്ക് മാത്രം നിസ്സാരമായി പരിക്ക് സംഭവിച്ചതെന്നാണ്. അത് ചീള് തെറിച്ച് ദേഹത്ത് കൊണ്ടതാണ്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശക്തമായ കാറ്റ് അടിച്ചൊരു ഡോറ് തകരുക എന്നൊക്കെ പറയുമ്പോൾ കാറ്റ് അത്രയും നല്ല കാറ്റായിരുന്നു. കാരണം അത് തടുക്കാൻ പറ്റാത്ത അത്രയും നല്ല കാറ്റ്. വണ്ടിയിൽ വരുന്നവരെ പാളിപ്പോയിട്ട് അത്രയും. ഞാനിങ്ങോട്ട് വെറുതെ കയറുന്നവൻ അങ്ങനെയാണ്. അപ്പോഴത് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ എടുക്കുകയും ചെയ്ത്. നിങ്ങൾ നേരെ ഈ ഡോറ് തകരുന്നതാണോ കാണുന്നത്? ഞാൻ കയറുമ്പോഴാണ് ഇത് സാധനം തകർന്നത്. അപ്പോൾ സ്പീഡിൽ അങ്ങോട്ട് വരും. ആ ഒച്ച കേൾക്കുന്നു, ചെതറിക്കുന്നത്. അങ്ങനെയാണ് ആ സ്പോട്ടിലാണ്. കാരണം അത്രയും കാറ്റ്, ആ കാറ്റിന് നമ്മളതിനെ എങ്ങനെയാണ് വരുന്നത്, ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ എല്ലാവരും ഉണ്ട്. ഇത് വീട്ടിലും എല്ലാവരും ഇവിടെയൊക്കെ നിറച്ചു ആളുണ്ട് സമയത്താണ്. പരിക്കൊന്നും ഒരാൾക്ക് ചെറിയ പരിക്കല്ലേ? അയാൾ പിന്നെ നിസ്സാരമായതുകൊണ്ട് അയാൾ പോയി. വേറെ അതിന് കെട്ടാനും ട്രീറ്റ്മെൻ്റ് ഒന്നും നിന്നില്ല. ഇത് കാറ്റടിച്ചിട്ട് ചുമരിലിങ്ങനെ തട്ടുമൊക്കെ ചെയ്തോ ഡോറ്? ഇല്ല, ആ ഫോഴ്സ് അത്രയും ഫോഴ്സായിരുന്നു. കാരണം അത് അങ്ങനെ തന്നെ ഊർന്ന് വീഴാണ് സാധനം. അങ്ങനെ വീണിട്ടാണ് ചെതറുന്നത്. അതാണ്ടായത്. കാരണം കാറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് തടുക്കാതെ അങ്ങനെ കൂടാ. ശരി, പക്ഷേ അത് തന്നെയാണ് ശക്തമായ കാറ്റ്. അതായത് കോഴിക്കോട് കോർപ്പറേഷൻ അറിയാം, കടൽ തീരത്താണ്. കടൽ, പിന്നീട് തീരദേശ റോഡ്. അവിടെ നിന്ന് ഏകദേശം മീറ്ററോളം മാറിയാണ് കോർപ്പറേഷൻ്റെ കെട്ടിടം ഉള്ളത്, ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെ ഇവിടെ നിന്ന് തന്നെ മറ്റൊരു ഡോറുണ്ട്. ആ ഡോറിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാറ്റ് പക്ഷേ ഈ പരാതി പരിഹാര സെല്ല് അതിലേക്ക് കയറുന്ന അവിടുത്തെ ഡോറാണ് ഈ കാറ്റിൽ തകർന്നു വീണിട്ടുള്ളത്. പരാതി പരിഹാര സെല്ലാണ്. ആ സമയത്ത് ആളുകൾ കാര്യമായി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിനിധി അങ്ങനെ അപകടകരമായ സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇങ്ങനെ ഒന്ന് സംഭവിച്ചു. സാധാരണ കാറ്റ് അത്ര വേഗതയിലടിക്കുന്ന സ്ഥലമാണ്. ഇത് കാറ്റ് മാത്രമാണ്. ഇനി നിർമ്മാണത്തിലെ അപാകതയും മറ്റുമാകാൻ സാധ്യതയുണ്ടോ രാഹുൽ? ഡെപ്യൂട്ടി മേയർ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. ശക്തമായ കാറ്റടിച്ചിട്ടാണ് ഡോർ തകർന്നു പോയതല്ലേ. അപ്പോൾ വലിയ മുന്നറിയിപ്പ് ഓൾറെഡി ഉണ്ട്, കടൽക്കാറ്റ് ഉണ്ടാകുമെന്ന്. സമയത്ത് ഇവിടെ ഉണ്ടായ ആളുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ചാനൽ പ്രവർത്തകരെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടപ്പോൾ ചോദിക്കുന്നത്. അത്ഭുതപ്പെടാനില്ല, ഡോറ് കാറ്റടിച്ച് കാറ്റടിച്ചു പിന്നെ പൊളിഞ്ഞു എന്നുള്ളത് വാർത്തയാണ്. അസാധാരണമായ വാർത്ത എനിക്ക് തോന്നിയിട്ടില്ല വാർത്ത പിടിക്കാൻ. അപ്പോൾ ഇതിവിടെ ഈ കാറ്റ് കടലോരത്ത് ചേർന്ന് കിടക്കുന്ന ഒരു ഓഫീസിനോട് ചേർന്നുള്ള ഒരു ഗ്ലാസ് ഡോറ് ഞങ്ങളുടെ കൗൺസിലർമാരും ജനങ്ങളുടെ മുമ്പിൽ തന്നെ കാറ്റ് ശക്തിയായി കാറ്റടിച്ച് പൊളിഞ്ഞിട്ടുണ്ട്. നേരെ പൊട്ടി പല സ്ഥലത്തും പല സംഭവങ്ങളുണ്ടായി. അപ്പോൾ ഇതൊരു അങ്ങനെയുള്ള പ്രകൃതി കോപത്തിന്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യാൻ പൊട്ടിച്ചു എന്നല്ല പറഞ്ഞത്, കാറ്റടിച്ച് തകർന്നു. പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായി കാറ്റടിച്ചു പൊട്ടിച്ചു എന്നുള്ളത് ഒരു വാർത്തയാണ്. വേറെ വാർത്തക്ക് ഉദ്ദേശമൊന്നുമില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചാനൽ പ്രവർത്തകരെ കണ്ടപ്പോൾ ചോദിച്ചാ കോഴിക്കോട്ടെ അതാ മനസ്സിലായില്ല. കാറ്റടിച്ച് തകർന്നു തന്നെയാണ് വാർത്ത. നമ്മൾ തകർത്തു എന്ന് കൊടുത്തില്ലേ? ഡെപ്യൂട്ടി മേയർ സംശയത്തോടെ എന്തിനാ കാണുന്നത് മനസ്സിലാകുന്നില്ല. അല്ല, ഇവിടെ കോഴിക്കോട്ടിങ്ങനെ കോർപ്പറേഷൻ ഓഫീസിൽ ഈ ചാനങ്ങിയാൽ ഓടിയെത്തുന്നത് പലരെക്കാളും മുമ്പ് ചാനൽ പ്രവർത്തകരാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. വേറെ പ്രകൃതിക്ഷോഭത്തിനുമായിട്ട് കാറ്റടിച്ച് പൊട്ടിയത് ജനങ്ങളെ അറിയിക്കുന്നതിന് നല്ല വാർത്തയാണ്. വേറെ അതിൽ തെറ്റൊന്നുമില്ല. ആർക്കും പരിക്കൊന്നുമില്ല എന്നുള്ളത് ആശ്വാസം എന്നാണ് പറയുന്നത് നമ്മൾ. തീർച്ചയായിട്ടും കോഴിക്കോട് കോർപ്പറേഷന് ഈ വളരെയധികം പ്രകൃതിക്ഷോഭം മുന്നിൽ കണ്ടുകൊണ്ട് പിന്നെ വലിയ സ്ക്വാഡ് പ്രവർത്തനവും അത് ജനകീയമായ പരിശീലനം കൊടുത്തുള്ള പ്രവർത്തകരെ അടക്കം ഈ ഒരു മാസക്കാലത്തിനിടയിൽ സജ്ജമാക്കി റെഡിയായി. ഞങ്ങളിപ്പോഴും മീറ്റിംഗ് കഴിഞ്ഞവരാണ്. അപ്പം വരാനിരിക്കുന്ന ഡെപ്യൂട്ടി മേയറുടെ പ്രതികരണമാണ്. ഡെപ്യൂട്ടി മേയർ ഇവിടെ ചാനലുകൾ എത്തിയത്, മാധ്യമങ്ങൾ എത്തിയത് എന്തോ വലിയ അപാകതയാണ് എന്ന തരത്തിലാണ്. ഇനി അവിടെ പ്രാദേശികമായി അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ ആദ്യം അറിയുന്നത് മാധ്യമങ്ങളാണല്ലോ എന്നൊക്കെ അദ്ദേഹം മുനവച്ച് പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാകാം. എന്തായാലും നമ്മുടെ വാർത്തയുമായി അക്കാര്യങ്ങൾക്ക് ബന്ധമില്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ ഫ്രണ്ട് ഓഫീസിലെ ഗ്ലാസ് അത് കനത്ത കാറ്റിൽ പൊട്ടിപ്പോയി എന്നാണ് നമ്മുടെ വാർത്ത. രാഹുൽ കെ വി ആണ് വിവരങ്ങൾ അവിടെ നൽകിയത്.